അധ്വാനിക്കുന്ന മനുഷ്യരുടെ പോരാട്ട വീര്യത്തിന് സാക്ഷ്യം വഹിച്ച ഒല്ലൂരിന്റെ മണ്ണിലെ സൗമ്യ രാഷ്ട്രീയ മുഖം സഖാവ് കെ രാജൻ. ഒറ്റ രാത്രിയിൽ സകലതും നഷ്ടപ്പെട്ട് പകച്ചുപോയ വയനാടൻ ജനതയെ ആ രാത്രി മുതൽ ഇന്നോളം കൈപിടിച്ച് കൂടെ നിന്ന് പുനരധിവാസത്തിന്റെ ചെറുപുഞ്ചിരികൾ വിരിയിച്ച കരുതലിന്റെ നേതൃമികവ്. 2016 13,000-ൽ പരം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണെങ്കിൽ 2021 21,000-ലധികം വോട്ടുകളുടെ വമ്പിച്ച ഭൂരിപക്ഷത്തോടെ ഒല്ലൂർ കെ രാജനെ വീണ്ടും നെഞ്ചിലേറ്റി. തൃശൂരിന്റെ ഈ വികസന ഭൂമിയിൽ ജനകീയതയുടെ പുതിയ ചരിത്രം കുറിച്ച ജനനായകൻ. ബാലവേദിയിലൂടെയും വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളിലൂടെയും കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രീയത്തിന്റെ കനൽപാതകൾ ചവിട്ടിക്കയറി വന്ന പോരാളി. AISF-ന്റെയും AIYF-ന്റെയും സംസ്ഥാന ദേശീയ തലങ്ങളിൽ നേതൃത്വം നൽകിയ കരുത്തൻ. ഇന്ന് CPI ദേശീയ കൗൺസിൽ അംഗമായും സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമായും പാർട്ടിയുടെ മുൻനിരയിൽ ജ്വലിച്ചു നിൽക്കുന്ന വ്യക്തിത്വം. കേരള നിയമസഭയുടെ മുൻ ചീഫ് വിപ്പ്, ഇന്ന് സംസ്ഥാന റവന്യൂ ഭവന നിർമ്മാണ വകുപ്പ് മന്ത്രി. ഭരണമികവിലൂടെയും ജനകീയ ഇടപെടലുകളിലൂടെയും കേരളത്തിന്റെ വികസന ഭൂപടത്തിൽ സ്വന്തം കയ്യൊപ്പു ചാർത്തിയ ഭരണാധികാരി. ഇടതുപക്ഷത്തിന്റെ മികച്ച വാഗ്മിയായി ജനമനസ്സുകളിൽ അദ്ദേഹം ഇടം പിടിച്ചു. 1973 മെയ് 26 അന്തിക്കാട് P. കൃഷ്ണൻകുട്ടി മേനോന്റെയും K. രമണിയുടെയും മകനായി ജനനം. അന്തിക്കാട് ഗവൺമെന്റ് സ്കൂളിലെ പ്രാഥമിക വിദ്യാഭ്യാസത്തിന് ശേഷം ശ്രീ കേരളവർമ്മയിൽ നിന്നും ബിരുദവും തിരുവനന്തപുരം ലോ അക്കാഡമിയിൽ നിന്ന് നിയമബിരുദവും നേടി. മുൻ AISF നേതാവും കൊച്ചിൻ ദേവസ്വം ബോർഡ് ജീവനക്കാരിയുമായ AN അനുപമയെന്ന രാഷ്ട്രീയ സഹയാത്രികയുടെ കരുത്തിൽ അദ്ദേഹം ജനസേവനം തുടരുന്നു. റവന്യൂ വകുപ്പിനെ ജനസൗഹൃദമാക്കിയ ഭരണാധികാരി. വയനാട് മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തമുണ്ടായ നിമിഷം മുതൽ ആഴ്ചകളോളം ദുരന്തഭൂമിയിൽ ക്യാമ്പ് ചെയ്ത് രക്ഷാപ്രവർത്തനങ്ങൾക്കും പുനരധിവാസത്തിനും നേരിട്ട് നേതൃത്വം നൽകിയ ഭരണാധികാരി. റവന്യൂ മന്ത്രി എന്ന നിലയിൽ സർക്കാരിന്റെ ഏകോപന കേന്ദ്രമായി അദ്ദേഹം ഔദ്യോഗിക പദവികൾക്കപ്പുറം ദുരന്തബാധിതരുടെ കണ്ണീരൊപ്പാനും അവർക്ക് ആശ്വാസം പകരാനും മുൻനിരയിൽ നിന്ന നേതാവ്. ദുരിതാശ്വാസ ക്യാമ്പുകളിൽ ഓരോ വ്യക്തിയുടെയും പ്രശ്നങ്ങൾ നേരിട്ട് കേൾക്കാനും പരിഹരിക്കാനും അദ്ദേഹം കാണിച്ച മനസ്സ് ജനശ്രദ്ധ പിടിച്ചുപറ്റി. പട്ടയമില്ലാത്തവർക്ക് ഭൂമിയും ഭൂമിയില്ലാത്തവർക്ക് ഭവനവും സ്വപ്നം കാണാൻ കരുത്തേകിയ മന്ത്രി. ഒല്ലൂരിന്റെ വികസന ചരിത്രം തിരുത്തിക്കുറിച്ച ജനകീയ നേതാവ് മന്ത്രി കെ രാജൻ. ഭൂരഹിതർ ഇല്ലാത്ത കേരളം യാഥാർത്ഥ്യമാക്കാൻ എല്ലാവർക്കും ഭൂമി, എല്ലാ ഭൂമിക്കും രേഖ എന്ന ലക്ഷ്യത്തോടെ 4.5 ലക്ഷം പട്ടയങ്ങൾ നൽകുകയും കേരള നിയമസഭയിലെ ചരിത്ര ബില്ലായ നേറ്റിവിറ്റി കാർഡ് ബിൽ അവതരിപ്പിക്കുകയും ചെയ്തു. ഒല്ലൂരിന്റെ അടിസ്ഥാന ഭൗതിക സൗകര്യങ്ങൾ വികസിപ്പിക്കുന്നതിന് മന്ത്രിസഭാ അംഗമെന്ന പരിഗണന പ്രയോജനപ്പെടുത്തി പിന്നിട്ട 10 വർഷങ്ങളിലും മണ്ഡലത്തിന്റെ വികസനത്തിനായി പ്രവർത്തിക്കാൻ സഖാവ് കെ രാജന് കഴിഞ്ഞിട്ടുണ്ട്. ഒല്ലൂരിന്റെ സമസ്ത മേഖലകളിലും തൊഴുന്ന വികസനത്തിന്റെ പെരുമഴക്കാലത്തിനാണ് ഈ നാട് സാക്ഷ്യം വഹിച്ചത്. പ്രധാന റോഡുകളെല്ലാം BMBC നിലവാരത്തിലാക്കി 552.09 കോടി രൂപയുടെ വികസനം. ഒല്ലൂരിലെ വിവിധ ടൂറിസം കേന്ദ്രങ്ങൾ നവീകരിച്ചും വികസിപ്പിച്ചും ഒരു ടൂറിസം കോറിഡോർ തന്നെ യാഥാർത്ഥ്യമാക്കി. വർഷങ്ങളുടെ സ്വപ്നമായിരുന്ന പുത്തൂർ സുവോളജിക്കൽ പാർക്ക് അന്താരാഷ്ട്ര നിലവാരത്തിൽ ഏഷ്യയിലെ 3ാമത്തെ വലിയ പാർക്കായി മാറ്റാൻ കഴിഞ്ഞതും ഈ കാലയളവിലാണ്. ഒല്ലൂരിന്റെ സമസ്ത മേഖലയിലും തൊടുന്ന രീതിയിൽ 2350 കോടി രൂപയുടെ വികസനമാണ് നടന്നത്. തുടരണം സഖാവ് രാജൻ, തുടരണം ഇടതുപക്ഷം.